റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാം വചനമെന്ന് ലാസ്റ്റ് സെഷനിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. 14-ാം വചനം നമ്മൾ ഇവിടെ വായിച്ച അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെ: ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു എന്ന്. For all those who are allowing themselves to be led by the Spirit of God are sons of God. Last week we were looking at the difference between a child and a son. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു കുഞ്ഞും പിന്നെ ഒരു മകൻ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കുകയാണ്. So the child is a baby and it wants the father and mother to do so many things. It is always expected to receive and receive. കുട്ടി ഇല്ലെങ്കിൽ കുഞ്ഞ് എന്ന് നമ്മൾ പറയുമ്പോൾ കുഞ്ഞിനെപ്പോഴും അപ്പനും അമ്മയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. കാരണം കുഞ്ഞെപ്പോഴും ഡിപ്പെൻഡബിൾ ആണ്. സോ എപ്പോഴും അവരുടെ സർവീസ്, അവരുടെ സഹായം ഈ കുഞ്ഞ് പ്രതീക്ഷിക്കുന്നു. മാതാപിതാക്കൾക്ക് കുഞ്ഞ് തിരിച്ചു നൽകാനും സഹായിക്കാനും കഴിയില്ലാത്ത അവസ്ഥയിലാണ് ഈ കുഞ്ഞുങ്ങൾ ആയിരിക്കുന്നത്. So smaller the baby is and more dependent it is. It expects the father and mother to do everything for it. കുഞ്ഞ് എത്ര ചെറുതാണോ അത്രമാത്രം അത് മാതാപിതാക്കളെ ആശ്രയിച്ചിരിക്കും, അവരുടെ സഹായം സ്വീകരിച്ചുകൊണ്ടിരിക്കും. കാരണം വളർച്ചയില്ലാത്തവർ അവസ്ഥയാണ്, മെച്യൂരിറ്റി ഇല്ലാത്തവർ അവസ്ഥയാണ്. സോ ഈ വളർച്ചയുടെ ഒരു ലക്ഷണം എന്താണ് എന്ന് ചോദിച്ചാൽ, one mark of growth is that you have a greater sense of responsibility. അതായത് നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്ത ബോധത്തോടെയാണ് ഈ വളർന്നവർ എപ്പോഴും ജീവിക്കുന്നത്. സോ ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മീക ജീവിതത്തിൽ ചിലർ കുഞ്ഞുങ്ങളായും ചിലർ നല്ല ഒരു മെച്യൂരിറ്റി, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉള്ള മക്കളായും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ചിലരുടെ ജീവിതം നമ്മൾ നോക്കിയാൽ, അവരുടെ ആത്മീക ജീവിതം നമ്മൾ നോക്കിയാൽ എത്ര വർഷങ്ങളായാലും അവർ കുഞ്ഞുങ്ങളായിരിക്കും. ചിലരൊക്കെ ആ അവസ്ഥയിൽ തന്നെ മരിക്കുന്നവരായിരിക്കും. അവരിൽ ഒരു മെച്യൂരിറ്റി ഓർ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഉത്തരവാദിത്വ ബോധമുള്ളവരല്ല, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യത്തില്ല. So 10-year-old has greater responsibility than 6-month-old baby. 6 മാസം പ്രായമുള്ള കുഞ്ഞിനേക്കാൾ 10 വയസ്സ് കുഞ്ഞിന് ഉത്തരവാദിത്വ ബോധം കൂടുതലായിരിക്കും, അധികമായിരിക്കും. സോ അതുപോലെ തന്നെ 25-year-old has far greater responsibility than 10-year-old. സോ 25 വയസ്സുള്ള വ്യക്തിക്ക് 10 വയസ്സുള്ള കുഞ്ഞിനേക്കാൾ വളരെ അധികമായിട്ടുള്ള വിലയേറിയ ഉത്തരവാദിത്വം. സോ അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. So there are all children, but the sense of responsibility is immensely different. So എല്ലാവരും കുട്ടികളാണ്, എന്നാൽ വ്യത്യാസം എന്താണ്? ഉത്തരവാദിത്വ ബോധമാണ് അവരെ വളരെ വ്യത്യാസമാണ്. സോ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, so when we move from being a child to a son, then we will have sense of responsibility in our life towards God's work, towards God's house in us. അതായത്
ഒരു കുട്ടിയിൽ നിന്ന്, കുട്ടിയായിട്ടുള്ള ആ അവസ്ഥയിൽ നിന്ന് ഒരു മകനിലേക്ക്, മകന്റെ സ്ഥാനത്തേക്ക് നാം മാറുമ്പോൾ ദൈവത്തിന്റെ വേലയോടും ദൈവത്തിന്റെ ഭവനത്തോടും ദൈവത്തിന്റെ ശുശ്രൂഷകളോടും ആത്മീകമായിട്ടുള്ള കാര്യങ്ങളിൽ ഉത്തരവാദിത്ത ബോധം അധികമായി വർദ്ധിച്ചു വരും. അത് വളരുന്നതായിരിക്കും. സോ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിലും ദൈവത്തിന്റെ ഉദ്ദേശ്യങ്ങൾ നിറവേറ്റുന്നതിലും നമ്മുടെ ജീവിതത്തിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ വളരെ ഉത്തരവാദിത്തത്തോടെ പെരുമാറുന്നവരായി. സോ അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത്. ദിസ് ഈസ് ഹൗ ദ ഹോളി സ്പിരിറ്റ് ലീഡ്സ് us. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത്? പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുമ്പോൾ നമുക്ക് ഉത്തരവാദിത്ത ബോധം വർദ്ധിച്ചു വരുന്നതായി. സോ അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കൾ എന്ന് ഇവിടെ പറയും. അവരുടെ മെച്യൂരിറ്റി, അവരുടെ ഉത്തരവാദിത്ത ബോധം മറ്റുള്ളവരെക്കാൾ അധികവും വ്യത്യാസവും ഉള്ളതായിരുന്നു. അതിനാൽ ദൈവരാജ്യം അവരുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിന്റെ നീതി, ദൈവരാജ്യത്തിന്റെ വിശുദ്ധി, രാജ്യത്തിന്റെ വിശ്വസ്തത നമുക്ക് കാണാൻ സാധിക്കും. ആരിലാണ്? ഈ മക്കളുടെ സ്ഥാനത്തേക്ക് വളരുന്നവരുടെ, ആ മെച്യൂരിറ്റി ലെവലിലേക്ക് എത്തുന്നവരെ, ആ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആരുടെ ഉള്ളിൽ വരുമോ, ആരെല്ലാം ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുമോ, അവരുടെ ജീവിതത്തിൽ, അവരുടെ പ്രവൃത്തികളിൽ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. എന്താണ്? അവർ കൂടുതലായിട്ട് ദൈവരാജ്യം എങ്ങനെ ചിന്തിക്കുന്നു ആ രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ നീതി, ദൈവരാജ്യത്തിന്റെ വിശുദ്ധി, ദൈവരാജ്യത്തിന്റെ വിശ്വസ്തത നമുക്ക് അവരിൽ കാണാൻ സാധിക്കും. സോ അതിൽ കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വ്യക്തി കുഞ്ഞിന്റെ അവസ്ഥയിൽ നിന്ന് ഒരു മകന്റെ അവസ്ഥയിലേക്ക് വളർന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. So when we receive Jesus Christ into our heart, we are born again from that moment on. So, and if we are filled with the Holy Spirit and allow the Holy Spirit to lead us, we can become sons of God very quickly. എപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച ആ സമയമുണ്ടല്ലോ, ആ നിമിഷമുണ്ടല്ലോ, ആ നിമിഷം മുതൽ നാം വീണ്ടും ജനിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് മാറും. നാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി, പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കാൻ അനുവദിച്ചാൽ നമുക്ക് വളരെ വേഗത്തിൽ ദൈവമക്കളാകാൻ കഴിയും. അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മെ നയിക്കണമെങ്കിൽ നമ്മൾ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച വ്യക്തികളായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്ന് അവരെ നയിക്കുമ്പോൾ അവർ വളരെ വേഗത്തിൽ കുഞ്ഞുങ്ങളുടെ അവസ്ഥയിൽ നിന്ന് മക്കളുടെ അവസ്ഥയിലേക്ക് എത്തുന്നവരാണ്. We are sons of God in the house of God. ദൈവത്തിന്റെ ഭവനത്തിൽ നാം ദൈവത്തിന്റെ മക്കളാണ്. അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മെ ആക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നത്. So we can be sons of God with the sense of responsibility from day one. So we don't want to wait till the age of 15 or the age of 25, like in natural life, to be the responsible persons. So നമ്മൾ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച ആദ്യ ദിവസം മുതൽ തന്നെ ഈ ഒരു മെച്യൂരിറ്റിയിൽ കൂടി, ഉത്തരവാദിത്ത ബോധത്തോടു കൂടെ
നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനും ദൈവത്തിന്റെ മക്കളായി, ദൈവത്തിന്റെ മക്കളുടെ ആ സ്വഭാവം ധരിച്ചവരായി നമുക്ക് ജീവിക്കാനും സാധ്യമാണ്. അങ്ങനെ ജീവിക്കാൻ നമ്മൾ 15 വർഷം വരെ, 25 വർഷം വരെ നമ്മൾ കാത്തിരിക്കേണ്ട യാതൊരു ആവശ്യവും. പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുന്നു, പരിശുദ്ധാത്മാവ് നമ്മെ ഏറ്റെടുക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നു. പരിശുദ്ധാത്മാവ് നയിക്കുന്നവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു മാറ്റം സംഭവിക്കും എന്ന്. എന്തോ മാറ്റമാണ്? അവർ മക്കളുടെ സ്ഥാനത്തിലേക്ക് വരും എന്ന്. So you allow the Holy Spirit to lead you with a sense of responsibility. ഉത്തരവാദിത്വ ബോധത്തോടെ നിങ്ങളെ നയിക്കാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അനുവദിക്കുന്നു. അതിന് നല്ല ഒരു ഉദാഹരണമാണ് പെന്തക്കോസ്റ്റ് നാളിൽ അപ്പോസ്തലനായ പത്രോസ് എന്താണ് ചെയ്തത്? നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മുകളിൽ വന്നപ്പോൾ അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഉടനെ ദൈവത്തിന്റെ വേലയോടുള്ള ഉത്തരവാദിത്വ ബോധത്തോടെയാണ് അപ്പോസ്തലനായ പത്രോസ് അവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എന്താണ്? ആദ്യം അവൻ സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്. പരിശുദ്ധാത്മാവ് അവരുടെ മുകളിൽ വന്ന് ആദ്യ ദിവസം തന്നെ ദ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി അവന്റെ ഉള്ളിൽ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ മെച്യൂരിറ്റി ലെവൽ വളരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് അവരെ ആ ഉത്തരവാദിത്വ ബോധത്തിലേക്കാണ് അവരെ നയിക്കുന്നത്. ആ ബോധം വന്നപ്പോഴാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ സുവിശേഷം പ്രസംഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സുവിശേഷം പ്രസംഗിക്കുന്നത് മാത്രമല്ല, ആ നിമിഷം മുതൽ തന്നെ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. യേശു ക്രിസ്തുവിനെ സേവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. So God gives us His Spirit and His Spirit can lead us. ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് നൽകുന്ന ആ ആത്മാവാണ് നമ്മെ നയിക്കുന്നത്. ആത്മാവിനെ നയിക്കാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ 13, 14 വചനങ്ങൾ ഒരുമിച്ച് വായിച്ചാൽ എന്താണ് 13, 14 വചനങ്ങൾ പറയുന്നത്? നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു എന്ന്. Here you find that the Holy Spirit leads us to put to death the deeds of the body. 13, 14 വചനങ്ങളിൽ ഒരുമിച്ച് നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കുന്ന സത്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. So those who are led by the Spirit of God are the sons of God. ആരെല്ലാം ആത്മാവിനാൽ നയിക്കപ്പെടുന്നു അവരാണ് ദൈവത്തിന്റെ മക്കൾ. And these sons of God will put to death the deeds of the body. അപ്പോ ആ ദൈവത്തിന്റെ മക്കൾ ആരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു, ആ ദൈവത്തിന്റെ മക്കൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അവര് തങ്ങളുടെ ജഡത്തിന്റെ പ്രവർത്തികളെ എല്ലാം പരിശുദ്ധാത്മാവിനാൽ മരിപ്പിക്കും എന്നാണ് പറയുന്നത്. അതാണ് മെച്യൂരിറ്റി ലെവൽ എന്ന്. അതാണ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീരും. അപ്പൊ മക്കളെയാണ് പരിശുദ്ധാത്മാവ് നയിക്കുന്നത്. എങ്ങനെയാണ് നയിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മക്കൾ പരിശുദ്ധാത്മാവിന്റെ ബലത്തിൽ കൂടി
പരിശുദ്ധാത്മാവിന്റെ ലീഡർഷിപ്പിൽ കൂടി തങ്ങളുടെ ശരീരത്തിന്റെ പ്രവൃത്തികളെ അവർ മരിപ്പിച്ചുകൊണ്ടിരിക്കും. ആ ഒരു മെച്യൂരിറ്റിയിലേക്കാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ നയിക്കുന്നത്. അങ്ങനെ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി ഇപ്പോഴും ഒരു കുഞ്ഞാണ്, മകനായിട്ടില്ല, ആ മെച്യൂരിറ്റി ലെവലിലേക്ക് എത്തിയിട്ടില്ല. പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ നയിക്കാൻ അവൻ അനുവദിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് അവനെ നയിക്കുന്നില്ല. A son of God is not the one who thinks that he goes to heaven when he dies. That is a baby thinking about what God can do for him. ഈ ദൈവമക്കൾ അല്ലെങ്കിൽ ദൈവമകൻ മകൾ എന്നാൽ ഈ മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകുമെന്ന് കരുതുന്നവരല്ല. ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകും, ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകണം എന്ന് കരുതുന്നവരെല്ലാം എന്താണ്? അവർ കുഞ്ഞുങ്ങളാണ്. ആ മക്കളുടെ അവസ്ഥയിലേക്ക് അവർ വന്നിട്ടില്ല, ആയിട്ടില്ല. അവരെപ്പോഴും തനിക്ക് വേണ്ടി ദൈവം എന്തു ചെയ്യും, എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ കുറിച്ച് അങ്ങനെയല്ല പ്രതീക്ഷിക്കുന്നത്. എന്റെ അപ്പൻ എന്തോ ചെയ്യും, എന്റെ അമ്മ എന്തോ ചെയ്യും, എനിക്ക് എന്തോ കൊണ്ടുതരും എന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് പറയുന്നത്. A son of God is a one who lives in a responsible. ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകൾ എന്ന് പറയുമ്പോൾ അവർ ഉത്തരവാദിത്വ ബോധത്തോടെ ജീവിക്കുന്നവർ. എന്താണ് അവരുടെ ഉത്തരവാദിത്വ ബോധം? അവരുടെ മെച്യൂരിറ്റി ലെവൽ വളരും. പരിശുദ്ധാത്മാവ് അവരെ നയിക്കും. ആ പരിശുദ്ധാത്മാവ് നയിക്കുമ്പോൾ ഉത്തരവാദിത്വ ബോധം കൂടും. ഉത്തരവാദിത്വ ബോധം കൂടുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? ആദ്യമായിട്ട് അവര് മകന്റെ സ്ഥാനത്തിലേക്ക് വളരും. Then the Son of God is the one who puts into the death the deeds of the body or sinful nature of his body. പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിൽ വരുമ്പോൾ, ആ ഒരു ഉത്തരവാദിത്വ ബോധം കൂടുമ്പോൾ ശരീരത്തിന്റെ പ്രവർത്തികളെ അവർ മരിപ്പിക്കും. അത് മാത്രമല്ല, deeds which he did in the olden days, the deeds which pleased his flesh, living in sin. ശരീരത്തിന്റെ സ്വഭാവങ്ങളെ, പാപസ്വഭാവങ്ങളെ, പ്രവർത്തികളെ പരിശുദ്ധാത്മാവിനാൽ മരിപ്പിക്കുന്നത് മാത്രമല്ല, മരണത്തിന് വിധേയമാക്കുന്ന പ്രവർത്തികൾ, അല്ലെങ്കിൽ പഴയ കാലത്ത് താൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തികളെ, തന്റെ ജഡത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടിരുന്ന പ്രവർത്തികളെ പരിശുദ്ധാത്മാവിനാൽ മരിപ്പിക്കുന്നവനാണ് മകൻ, മകൾ എന്ന്. പിന്നെ ദൈവത്തിന്റെ മകൻ, മകൾ എന്ന് പറയുമ്പോൾ a son of God puts to death all the things come out of his body that are contrary to God's will. ദൈവഹിതത്തിന് വിരുദ്ധമായി ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന സകല കാര്യങ്ങളും, സകല പ്രവർത്തികളും, സകല മ്ലേച്ഛത, വേണ്ടാത്ത കാര്യങ്ങളും അതെല്ലാം അവൻ കൊല്ലുന്നു, ഇല്ലെങ്കിൽ മരിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ദൈവത്തിന്റെ മകൻ, മകൾ എന്ന് ഇവിടെ വിളിക്കപ്പെടുന്നു. കാരണം God gives him the power of the Holy Spirit to put them into death. അവയെ മരിപ്പിക്കാനാണ് ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അങ്ങനെയുള്ള തന്റെ മക്കൾക്ക് ദൈവം നൽകുന്നത്. മക്കൾ അങ്ങനെ ജീവിക്കണം എന്നാണ് പിതാവ് ആഗ്രഹിക്കുന്നത്.
As he does that, he walks in the Spirit with a resurrection life and pleases God day by day, and he is a responsible son and daughter of God. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ ഓരോ ദിവസവും മരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി യേശു ക്രിസ്തുവിന്റെ ഉയർത്തനേറ്റ ജീവന്റെ ശക്തിയാൽ ഓരോ ദിവസവും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇതിൽ കൂടി സാധിക്കും. അങ്ങനെ ഒരു മെച്യൂർഡ് മകനായിട്ട് ഒരു ഉത്തരവാദിത്വ ബോധമുള്ള സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു മകനായിട്ട് മുൻപോട്ട് യാത്ര ചെയ്യും സാധിക്കും ഇവിടെ പറയും. 15-ാം വചനം വായിക്കുമ്പോൾ 15-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യം, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൽ ആത്മാവിനെ അത്രേ പ്രാപിച്ചത് എന്ന്. For you have not received a spirit of slavery leading again to fear, but you have received the spirit of adoption as sons, by which we cry, Abba, Father. So നമ്മൾ ഇത് ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമതായിട്ട്, since the Holy Spirit is leading us as sons of God, we don't have to live as slaves anymore. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത് കൊണ്ട് നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് നാം ഇനി അടിമകളായി ജീവിക്കേണ്ടതില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ്. അതായത് എന്താണ് അടിമകൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ പഴയ സ്വഭാവത്തിന് നമ്മൾ അടിമകളായി ജീവിക്കേണ്ടത്, പാപത്തിന് നമ്മൾ അടിമകളായി ജീവിക്കേണ്ടതില്ല, പിശാചിന് നമ്മൾ അടിമകളായി ജീവിക്കേണ്ടതില്ല, നമ്മുടെ ശരീരത്തിന് നമ്മൾ അടിമകളായി ഇനി ജീവിക്കേണ്ടതില്ല. We don't have any obligation to live as slaves. നമ്മൾ ഇനി ദാസന്മാരായി ജീവിക്കേണ്ടില്ല, യാതൊരു കടമയും നമുക്കില്ല. So we have not received the spirit of slavery leading to fear again. എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മെ ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. The Holy Spirit is the spirit of life. Holy Spirit is the spirit of freedom. It is not a spirit of condemnation. So പരിശുദ്ധാത്മാവ് നമുക്ക് ജീവൻ നൽകുന്ന ഒരു ആത്മാവാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മെ ശിക്ഷാവിധിയിലേക്ക് നയിക്കുന്ന, അടിമത്തത്തിലേക്ക് നയിക്കുന്ന, ഭയത്തിലേക്ക് നയിക്കുന്ന ആത്മാവ് അല്ല. സോ അത് നമ്മൾ മനസ്സിലാക്കും. Anything that brings condemnation is not from God. Anything that brings death is not from God. Anything that brings agitation is not from God. ശിക്ഷാവിധി വരുത്തുന്നതൊന്നും ദൈവത്തിൽ നിന്നുള്ളത്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ശിക്ഷാവിധിയിലേക്ക് നയിക്കുന്ന ചിലരൊക്കെ വാക്കുകളിൽ കൂടി, പ്രവർത്തികളിൽ. സോ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. മരണത്തിന് കാരണമാകുന്നത് ദൈവത്തിൽ നിന്നുള്ളതാണ്. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മരണത്തിന് കാരണമാകുന്നുണ്ടോ? അത് ദൈവത്തിൽ നിന്നുള്ളത്. അസ്വസ്ഥത ഉണ്ടാക്കുന്നതൊന്നും ദൈവത്തിൽ നിന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഈ ഭീതി ഇല്ലെങ്കിൽ ഭയം ഉണ്ടാക്കുന്നതൊന്നും ദൈവത്തിൽ നിന്നുള്ളത്. സോ ദൈവത്തിന്റെ ആത്മാവിൽ നിന്നുള്ളത്. അങ്ങനെയുള്ളത് ദൈവം നമ്മുടെ ജീവിതത്തിൽ
ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. The Spirit of God is the Spirit of life, and the Spirit of peace, equally anything that brings fear is not from God. ദൈവത്തിന്റെ ആത്മാവ് ജീവന്റെയും മരണത്തിന്റെയും ആത്മാവാണ്. ഭയം, ഭീതി ഉണ്ടാക്കുന്നതൊന്ന് ദൈവത്തിൽ നിന്ന് വരുന്നതല്ല, ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് പിശാചിനിൽ നിന്നും. സോ അതുകൊണ്ട് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയും. സോ നമുക്ക് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല നൽകും. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചത് എന്നാണ് റോമർ 8:15 പറയും. So whenever you find fear in your heart concerning anything, you can be sure of one thing, that fear has not been given to you by God. അപ്പൊ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്തിനെ കുറിച്ചും ഭയം തോന്നുന്നുവെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇല്ലെങ്കിൽ ഉറപ്പിക്കണം. എന്താണ് എന്ന് ചോദിച്ചാൽ, ആ ഭയം ദൈവത്തിൽ നിന്നുള്ളതല്ല, ആ ഭയം ദൈവം നിങ്ങൾക്ക് നൽകിയതല്ല. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, 2 തിമോത്തി 1:7 നമ്മൾ വായിച്ചാൽ, 1 തിമോത്തി 2:7 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. For God did not give us a spirit of timidity or cowardice or fear, but of power and of love and of sound judgment and personal discipline in our. So when you are found yourself enslaved to any habit, you can be sure that that kind of slavery is not from God. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ശീലത്തിന് അടിമപ്പെട്ടതായി കാണുമ്പോൾ ഓർക്കണം, ആ തരത്തിലുള്ള അടിമത്തം ദൈവത്തിൽ നിന്നുള്ളതല്ല. So God wants you to enjoy the freedom that is available in the Holy Spirit, that is available in Jesus. അതുകൊണ്ടാണ് God does not want you to be a slave to any habit or to any sin. നിങ്ങൾ ഏതെങ്കിലും ശീലത്തിന്റെയോ പാപത്തിന്റെയോ അടിമകളായി ജീവിക്കുന്നത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല, അത് ദൈവം ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്. സോ ദൈവത്തിന് വേണ്ടിയത് God wants you to be a overcomer. ദൈവം നിങ്ങളെ ജയിക്കുന്നവരായി കാണാനാണ് ആഗ്രഹം. God wants you to be a king. ദൈവം നിങ്ങളെ രാജാക്കന്മാരായി ജീവിക്കുന്നത് കാണാനാണ്. God wants you to walk in triumph. ദൈവം നിങ്ങളെ വിജയികളായി നടക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു. സോ ഇങ്ങനെയുള്ള ഒരു ജീവിതം നൽകാനാണ് പിതാവായ ദൈവം വിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നു. So you have not received the spirit of slavery leading to fear again, but you received the spirit of adoption as sons. നിങ്ങൾ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നത്, മറിച്ച് പുത്രത്വത്തിലേക്ക് നയിക്കുന്ന ആത്മാവിനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 8:15 എന്താണ് പറയുന്നത്? നിങ്ങളെ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. എന്നാൽ ഇവിടെ ഒരു കാര്യം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കണം.
For you have not received a spirit of slavery leading again to fear, but you have received the spirit of adoption as sons. See, the spirit of adoption as sons. സോ അതുപോലെ എഫേസ്യർ 1:15 നമ്മൾ വായിക്കുമ്പോൾ എഫേസ്യർ 1:15 അതാണ്, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും പിന്നെ തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് He predestined and lovingly planned for us to be adopted to Himself as His children through Jesus Christ എന്നാണ് ഇവിടെ. സോ ഇവിടെ അഡോപ്ഷനെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത്. So what is the meaning of adoption as sons? മക്കളായി, പുത്രന്മാരായി, പുത്രിമാരായി ദത്തെടുക്കുക എന്നതിന്റെ അർത്ഥം എന്താണ്? What is the meaning of adoption? So today we speak of adoption as a set of parents, or husband or wife, selecting a child from an orphanage and adopting it. It is not a natural child. Somebody else's child they adopt. ഇന്ന് നമ്മൾ ദത്തെടുക്കൽ എന്നതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. നമുക്കതിനെ കുറിച്ച് അറിയാവുന്നതാണ്. അതായത് ഒരു ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ മാതാപിതാക്കൾ ഒരു അനാഥാലയത്തിൽ പോയി ഒരു കുട്ടിയെ തിരഞ്ഞെടുത്ത് ആ കുട്ടിയെ അവർ ദത്തെടുക്കുന്നു. സോ അങ്ങനെയുള്ള ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്, ഇല്ലെങ്കിൽ ആൾറെഡി ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പിക്ചറാണ് അഡോപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരും. എന്നാൽ ഇങ്ങനെയുള്ള കുട്ടി അവരുടെ സ്വാഭാവിക കുട്ടിയല്ല, നാച്ചുറൽ ചൈൽഡ് അല്ല. അവർ ദത്തെടുത്തത് മറ്റുള്ളവർക്ക് ജനിച്ച കുട്ടിയാണ്. സോ മറ്റുള്ളവരുടെ കുഞ്ഞിനെയാണ് അവർ ദത്തെടുത്ത് അവരുടെ കുഞ്ഞായിട്ട് അവർ അതിനെ നോക്കുന്നു. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു. But the adoption spoken here in Romans 8:15 and Ephesians 1:5 are not that type of adoption at all. സോ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:5, റോമർ 8:15 പറഞ്ഞിരിക്കുന്ന ദത്തെടുക്കൽ എന്നുള്ള ഒരു കാര്യം ആ തരത്തിലുള്ളതല്ല. അങ്ങനെയുള്ള ദത്തെടുക്കലല്ല ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ബൈബിൾ പറയുന്ന അഡോപ്ഷൻ എന്ന് പറയുന്നത്, ബൈബിൾ പറയുന്ന ദത്തെടുക്കൽ എന്ന് പറയുന്നത് അത് പ്ലേസ്മെന്റ് ആണ്. എന്താണ് പ്ലേസ്മെന്റ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-2 വചനങ്ങൾ വായിക്കുന്നു. സോ ആ 1-2 വചനങ്ങൾ വായിക്കുമ്പോൾ, so this is a custom in those days when children could come to a certain age, they would be acknowledged as heirs, as we read in Galatians 1 and 2. സോ അതായത് കുട്ടികൾ ഒരു നിശ്ചിത പ്രായത്തിലേക്ക് വരുമ്പോൾ അവരെ മാതാപിതാക്കളുടെ അവകാശികളായി കാണുന്ന ഒരു ചടങ്ങ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഗലാത്യർ 4:1-2 വായിക്കും. അവിടെ പറയുന്നത് ഇതാണ്. എന്താണ് എന്ന് ചോദിച്ചാൽ, അവകാശി സർവത്തിനും യജമാനൻ എങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം, കണ്ടോ, ശിശുവായിരിക്കുന്ന സമയം വരെ, ശിശുവായിരിക്കുന്നിടത്തോളം
ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. എന്താണ്? മകനാണ്, അവകാശിയാണ്, സർവത്തിനും അവകാശമുണ്ട്, യജമാനന്റെ സ്വന്തം മകനാണ്. എങ്കിലും അവൻ ശിശുവായതുകൊണ്ട് അവൻ ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിന്നെ പറയുന്നത് 2-ാം വചനത്തിൽ, പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്ക്, ഗൃഹവിചാരകന്മാർക്ക് കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. കണ്ടേ? പിതാവ് നിശ്ചയിച്ച അവധിയോളം. പിതാവ് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം വരുമ്പോൾ മാത്രമാണ് അവനെ മകനായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. അവന്റെ സ്വന്തം മകനെ തന്നെ അവർ പ്ലേസ്മെന്റ് ചെയ്യുന്നു. എന്താണ് പ്ലേസ്മെന്റ് എന്ന് ചോദിച്ചാൽ, ശിശു അവസ്ഥയിൽ നിന്ന് മകന്റെ അവസ്ഥയിലേക്ക്, ഒരു അവകാശിയുടെ അവസ്ഥയിലേക്ക് അവനെ ആക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിനാണ് അഡോപ്ഷൻ, ദത്തെടുക്കൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന വേറെ ആർക്കോ ജനിച്ച കുട്ടിയെ നമ്മൾ ദത്തെടുത്ത് നമ്മുടെ മക്കളായിട്ട് വളർത്തുന്ന കാര്യമല്ല ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലേസ്മെന്റിനെ കുറിച്ച്. സോ അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ നമ്മൾ വായിച്ചാൽ, നൗ വാട്ട് ഐ മീൻ is this: as long as the heir is a child, he does not differ at all from a slave, even though he is the child of the master. But he is under guardians and household administrators or managers until the date set by his father. സോ അത് ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കും. സോ ഇവിടെ അഡോപ്ഷൻ എന്ന് പറയുമ്പോൾ ദൈവം അങ്ങനെയാണ് അഡോപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. സോ ആർ വി ചൈൽഡ് ഓർ ആർ വി സൺസ് ആൻഡ് ഡോട്ടേഴ്സ്? നമ്മൾ ശിശുക്കളാണോ, അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി ലെവലിലേക്ക് വളർന്ന് മകനും മകളാണ് എന്ന് ഇവിടെ ചോദ്യം. അതിന്റെ അർത്ഥമാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. One certain age a child can be heir of the father who could be king. So ആ ഒരു പ്രായം കഴിഞ്ഞാൽ, ആ ഒരു സമയത്തേക്ക് പിതാവ് നിശ്ചയിച്ച ആ സമയത്തിലേക്ക് ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവൻ അവകാശിയായിട്ട് മാത്രമല്ല, അവന് ഒരു രാജാവായിട്ട് തന്നെ അവൻ മാറും എന്ന്. സോ അങ്ങനെയുള്ള ഒരു അഡോപ്ഷനാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. The Holy Spirit within us calls out, Father, showing me that I am a child of God, showing me that I am a son of God. സോ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നെ കാണിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ദൈവത്തിന്റെ മകനും മകളും എന്ന്. ദൈവത്തിന്റെ കുഞ്ഞു മാത്രമല്ല, ഞാൻ ദൈവത്തിന്റെ മകനും മകള് ആയി ജീവിക്കുന്നു എന്നത് പരിശുദ്ധാത്മാവ് തന്നെ കാണിച്ചു തരുന്നു. The Spirit of God wants me to have security in my life. He doesn't want me to be defeated. He doesn't want me to be insecure. സോ അതായത് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത്, നാം ദൈവത്തിന്റെ മക്കളായതുകൊണ്ട്, ഞാൻ ദൈവത്തിന്റെ മകനായതുകൊണ്ട്, ഞാൻ ദൈവത്തിന്റെ മകളായതുകൊണ്ട്, സോ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു വിശ്വാസം, ആ ഒരു റിയാലിറ്റി, ഒരു സെക്യൂരിറ്റി ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരണം. ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അല്ല. നമ്മൾ ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മെ സെക്യൂരിറ്റിയിലേക്ക് എത്തിക്കുന്നത് ഈ സത്യമാണ്, ഈ റിയാലിറ്റിയാണ്. എന്താണ് റിയാലിറ്റി എന്ന് ചോദിച്ചാൽ,
നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീരും. നമ്മൾ ദൈവത്തിന്റെ മക്കളാകുന്നത് ജസ്റ്റ് പേരിന് വേണ്ടി മാത്രമല്ല, അത് വളരെ റിയാലിറ്റിയാണ്. ഇൻ സ്പിരിറ്റ് വേൾഡ് ബിഫോർ ഗാഡ് ഓർ ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ് നമ്മൾ ദൈവത്തിന്റെ മക്കളായിട്ട് മാറും. സോ അതുകൊണ്ട് നമ്മൾ ഇനി നമ്മുടെ ജീവിതത്തിൽ ഈ തോറ്റ ഒരു ജീവിതമുണ്ടല്ലോ, ഡിഫീറ്റഡ് ലൈഫ് ഉണ്ട്, ഇൻസെക്യൂർഡ് ലൈഫ് ഉണ്ടല്ലോ, ആ ഒരു ജീവിതം വീണ്ടും വീണ്ടും നമ്മൾ അനുഭവിച്ചു. ആ അനുഭവത്തിൽ കൂടി ഇനി മുൻപോട്ട് പോകേണ്ട ആവശ്യം ഇല്ല. So when you know God has a father, all insecurity goes away from your life. So യഥാർത്ഥമായിട്ട് നമ്മൾ ഉള്ളിൽ ഈ സ്വർഗത്തിൽ എനിക്ക് പിതാവായ ദൈവം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ഇൻസെക്യൂരിറ്റി, ആ ഫീലിങ്സ്, ആ പേടി, ആ ഭയം നമ്മുടെ ജീവിതത്തിൽ നിന്നും. Insecurity is the result of not knowing God as a father. ആ ഇൻസെക്യൂരിറ്റി വരാൻ, അങ്ങനെയുള്ള ഒരു പേടി, ഭയം വരാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇതുവരെ ഈ ദൈവത്തെ നമ്മൾ പിതാവായിട്ട് അറിഞ്ഞിട്ടില്ല, വിശ്വസിച്ചിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. ആ സത്യത്തിൽ നമ്മൾ we are not dwelling in the truth. നമ്മൾ ജീവിക്കുന്നില്ല. സോ അതിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ ഈ ഇൻസെക്യൂരിറ്റിയിൽ, ഈ പേടിയിൽ, ഭയത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കും. സോ ഗാഡ് ഈസ് ദ ലവിംഗ് ഫാദർ, ആൻഡ് മോർ യു നോ ഹിം ആസ് എ ലവിംഗ് ഫാദർ, മോർ യു ആർ ഫ്രീ ഫ്രം ഇൻസെക്യൂരിറ്റി. അപ്പൊ ഈ സ്നേഹമുള്ള പിതാവിനെ നമ്മൾ കൂടുതൽ അറിയുമ്പോഴാണ് നമുക്ക് ഈ ഇൻസെക്യൂരിറ്റി ഫീലിംഗിൽ നിന്ന് സമ്പൂർണമായിട്ടുള്ള രക്ഷ, ഇല്ലെങ്കിൽ വിടുതൽ, സ്വാതന്ത്ര്യം നേടാൻ സാധിക്കും. When you are freed from insecurity, you have freed from lot of other problems in your personal life. So എപ്പോൾ നമ്മൾ ഈ സത്യത്തിൽ കൂടി, നമ്മൾ ഈ ഇൻസെക്യൂരിറ്റി ഫീലിംഗിൽ നിന്ന് രക്ഷപ്പെടുമോ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ള മറ്റ് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ, രക്ഷ ലഭിക്കും എന്നുള്ളത് വളരെ 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 വാസ്തവമാണ്. നമ്മൾ 16-ാം വചനത്തിലേക്ക് വരും. 16-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും ഒരു കാര്യം, അതായത് നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു എന്ന്. The Spirit Himself testifies and confirms together with our spirit that we are children of God. Amen. The Spirit Himself bears witness with our spirit that we are children of God. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു, സാക്ഷ്യം വഹിക്കുന്നു. സോ ഇത് എന്തോ ഒരു സാക്ഷ്യമാണ്, എന്തോ ഒരു ടെസ്റ്റിമണിയാണ്, എന്തോ ഒരു വിറ്റ്നസ് ആണ്. സോ ഐ നെവർ ഗോ ടു എനി ബിലീവർ ആൻഡ് സേ ടു ഹിം ദാറ്റ് യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ്. ഞാൻ ഒരു വിശ്വാസിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെയോ അടുത്ത് പോയിട്ട് നീ ദൈവത്തിന്റെ മകനാണ്, നീ ദൈവത്തിന്റെ മകളാണ് എന്ന് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം എന്താണ്? ഐ സേ the Holy Spirit must tell him that. അത് പരിശുദ്ധാത്മാവ് ആ വ്യക്തിയോട് അത് പറയണം, ആ സത്യം. കാരണം അത് പരിശുദ്ധാത്മാവിന്റെ സാക്ഷിയാണ്, പരിശുദ്ധാത്മാവ് നൽകുന്ന വിറ്റ്നസ് ആണ്. അത് പരിശുദ്ധാത്മാവ് തന്നെ ആ വ്യക്തിയോട് അത് പറയണം. ഞാനും നിങ്ങളും പോയി മറ്റുള്ളവരോട് നീ ദൈവത്തിന്റെ മകളാണ് എന്ന് പറയുന്നതല്ല പ്രധാനം. എന്നാൽ പരിശുദ്ധാത്മാവ്
അവനോട് ആ സാക്ഷ്യം പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. If the Holy Spirit doesn't tell you that you are a child of God, then there is no use of somebody going and telling uh, others as their sons and daughters of God. That assurance has no value. പരിശുദ്ധാത്മാവ് തന്നെ അത് ആ വ്യക്തിയോട് പറയണം. സോ അത് നീ ഒരു ദൈവത്തിന്റെ മകനാണ്, മകളാണ് എന്ന് പരിശുദ്ധാത്മാവ് ആ വ്യക്തിയോട് പറയുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയാതെ വേറെ ആരെങ്കിലും വന്ന് ആ വ്യക്തിയോട് നിങ്ങൾ ദൈവത്തിന്റെ മകളാണ്, മകനാണ് എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു അർത്ഥവും ഇല്ല, കാര്യവും ഇല്ല. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, യു നീഡ് ടു ഗെറ്റ് that kind of assurance from God through the Holy Spirit. പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൽ നിന്ന് ആ ഉറപ്പ് എനിക്കും നിങ്ങൾക്ക് ലഭിക്കണം. അതാണ് കറക്റ്റ് വിറ്റ്നസ് എന്ന് പറയുന്നത്. സോ പരിശുദ്ധാത്മാവ് വന്ന് പറയുന്നതാണോ വിറ്റ്നസ്? അല്ലെങ്കിൽ ഞാൻ ഒരാളിന്റെ അടുത്ത് പോയിട്ട് നീ ദൈവത്തിന്റെ മകനാണ്, മകളാണ് എന്ന് പറയുന്നതാണോ ശരിയായിട്ടുള്ള ഒരു വിറ്റ്നസ്? അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. The Spirit bears witness with our spirits that we are children of God. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു, സാക്ഷ്യം വഹിക്കുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന സാക്ഷിയാണ് ഇമ്പോർട്ടന്റ്. മനുഷ്യർ നൽകുന്ന സാക്ഷി has no value. സോ രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, how do I know that I am a child of God? ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ് എന്ന് എനിക്ക് എങ്ങനെ അറിയാം? It is not just because of some letters that I read in the scripture. As if you read the Bible, then you get faith. But in addition to that, it is the Holy Spirit within my spirit telling me that I am a child. ഞാൻ ഒരു ദൈവത്തിന്റെ മകനാണ് എന്ന് അറിയുന്നത് ബൈബിൾ വായിക്കുന്നതിൽ കൂടിയാണ്. ചിലർ അങ്ങനെ ബൈബിൾ വായിക്കുന്നത് കൊണ്ട്, ബൈബിൾ അങ്ങനെ പറയുന്നത് കൊണ്ട്, സോ അവരത് വിശ്വസിക്കുന്നു. ബൈബിൾ വായിക്കുന്നതിൽ കൂടി നമുക്ക് ലഭിക്കുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് പറയുന്നു, അത് ഓക്കെ. എന്നാൽ അതിനു പുറമെ, അതിനുപരിയായിട്ട് എന്റെ ആത്മാവിലുള്ള പരിശുദ്ധാത്മാവ് ഞാൻ ഒരു ദൈവ മകനാണെന്ന് സാക്ഷി പറയണം. ആ സാക്ഷ്യമാണ് വലിയത്. ബൈബിൾ വായിച്ചു, ഞാൻ വിശ്വസിച്ചു, ആ വിശ്വാസത്തിൽ കൂടി ഞാൻ പറയുന്നു ദൈവത്തിന്റെ മകനാണെന്ന്. എന്നാൽ എന്റെ ഉള്ളിൽ ഒരു പരിശുദ്ധാത്മാവ് വസിക്കുന്നല്ലോ. സോ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നത്. ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കുന്നത്. ആ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ സാക്ഷ്യം പറയേണ്ടത്, സാക്ഷ്യം പറയുന്നത്. ആ സാക്ഷി നമ്മൾ എപ്പോഴും കേൾക്കണം. ആ സാക്ഷിയാണ് വലിയ സാക്ഷി. അല്ലെങ്കിൽ ഈ ലോകത്തിൽ വലിയ തിരുമേനിമാരോ മറ്റേ റിലീജിയസ് ലീഡേഴ്സോ കരിസ്മാറ്റിക് ലീഡേഴ്സോ വന്നിട്ട് നീ ദൈവത്തിന്റെ മകനാണ്, നീ ദൈവത്തിന്റെ മകളാണ് എന്ന് പറഞ്ഞാൽ that has no value. പരിശുദ്ധാത്മാവ് പറയുന്നില്ല, ഈ മനുഷ്യർ പറയുന്നുണ്ട്. എന്നാൽ മനുഷ്യർ അതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചില്ലെങ്കിലും the Holy Spirit has to witness
with my spirit. So അത് വളരെ വളരെ important ആയിട്ട്. So, and that is what we find is the experience of every true born again child of God. എന്ന് പറഞ്ഞാൽ ദൈവത്താൽ യഥാർത്ഥമായിട്ട് ആരെല്ലാം വീണ്ടും ജനനം പ്രാപിച്ചിട്ടുണ്ടോ, ആ വീണ്ടും ജനനം പ്രാപിച്ച ഓരോ വ്യക്തിയുടെയും അനുഭവം ഇതാണ്. എന്താണ്? You are a born again child of God. So he has a witness within him. അപ്പൊ അവന്റെ ഉള്ളിൽ തന്നെ ഒരു സാക്ഷ്യം അവൻ വഹിക്കുന്നു. So we have external witnesses of the word of God. So external witnesses of human beings' testimonies. But we also have the witness within, that is from the Holy Spirit, saying that I and you are the children. So we should have that testimony. God wants you to have that testimony. So that's why he put his spirit within you. അങ്ങനെയുള്ള സാക്ഷി നമുക്ക് ഉണ്ടായിരിക്കണം. ആ സാക്ഷി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചിരിക്കുന്നു. And if you are a child, you are an heir. നമ്മൾ മക്കളായാൽ തീർച്ചയായിട്ടും നമ്മൾ അവകാശികളാണ്. You see, a child born to the king is an heir to king's throne and all king's wealth. അപ്പൊ ഒരു രാജാവിന് ഒരു കുഞ്ഞ് ജനിച്ചാൽ നമുക്ക് എല്ലാവർക്കും ആ കുഞ്ഞ് ആ രാജാവിന്റെ അവകാശിയാണ്, ആ രാജാവിന്റെ സിംഹാസനത്തിന്റെ അവകാശിയാണ്, ആ രാജാവിന് എന്തെല്ലാം ഉണ്ടോ അതിന്റെ എല്ലാം അവകാശി ഈ കുഞ്ഞായിരിക്കും. അതുപോലെ തന്നെ we are heirs of God and fellow heirs with Christ. So അതുപോലെയാണ് നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിൽ കൂടി കൂട്ടവകാശികളുമായി മാറിയിട്ടുണ്ട് എന്ന് അതായത് റോമർക്കെഴുതിയ ലേഖനം 8:29 വായിച്ചാൽ, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു എന്ന്. സോ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ദൈവം പറയും എന്താണ്? വി ആർ ദി heirs, co-heirs with Jesus Christ. കാരണം നമ്മൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, യേശു ക്രിസ്തു ആദ്യജാതനാണ്. ഈ ആദ്യജാതനെ അനേകം സഹോദരന്മാരുണ്ടെന്നാണ്. So we are literally the brothers and sisters of Jesus Christ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നമ്മൾ ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശികൾ. അപ്പൊ ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ അവകാശികളാണ്. അതുപോലെ തന്നെ ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശികളാണ്. ബിക്കോസ് നമ്മൾ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാർ. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചാൽ, for those whom he foreknew, he also predestined to be conformed to the image of his son, so that he would be the firstborn among many believers in.
സോ നമ്മൾ അതുപോലെ തന്നെ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 45-ാം വചനം അവിടെ യേശു ക്രിസ്തു പറയുന്നത്, സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ എന്നാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ ഈ പ്രോമിസ് ഉണ്ടല്ലോ, ദൈവത്തിന്റെ ഈ ഒരു കൺസേൺ ഉണ്ടല്ലോ, ദൈവത്തിന്റെ ഒരു കെയർ ഉണ്ടല്ലോ, ദൈവത്തിന്റെ ഒരു സ്നേഹമുണ്ടല്ലോ, അത് വളരെ അൺകണ്ടീഷണൽ ആണ്. അതാണ് ഇവിടെ യേശു ക്രിസ്തു പറയാനാണ്. ദൈവത്തിന്റെ വലിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് അവൻ എന്താ ചെയ്യുന്നത്? അൺകണ്ടീഷണലി ഈസ് ഷെയറിങ് ഓൾ ഹിസ് ബ്ലെസ്സിങ്സ് വിത്ത് എവ്രിബഡി. അതാണ് നമുക്ക് ഇവിടെ കാണും. ഇത് നമുക്ക് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കണ്ടീഷണൽ പ്രോമിസസ് ഉണ്ട്, അൺകണ്ടീഷണൽ പ്രോമിസസ് ഉണ്ട്. ഉദാഹരണം ചോദിച്ചാൽ forgiveness of sins. Forgiveness of sins conditional ആണ്, unconditional ആണ്. Forgiveness of sins conditional promise. നമുക്ക് പാപമോചനം, പാപങ്ങളുടെ ക്ഷമ നമ്മൾ അനുഭവിക്കണമെങ്കിൽ we have to repent and we have to believe in the works of Jesus Christ. എന്നാൽ ചിലത് അൺകണ്ടീഷണൽ പ്രോമിസസ് ഉണ്ട്. അത് എല്ലാവർക്കും ഉള്ളതാണ്, അത് യാതൊരു കണ്ടീഷനും. അതുകൊണ്ട് ഇവിടെ പിതാവായ ദൈവം പറയുന്നത് ഇത്രേ ഉള്ളൂ, അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇത്രേ ഉള്ളൂ. നമുക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നയിക്കാൻ വേണ്ടി തന്നതാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുമ്പോൾ നമ്മൾക്ക് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി വരും, മെച്യൂരിറ്റി ലെവൽ കൂടും. നമ്മൾ മക്കളായിട്ട് ചുമതലയോടെ ചെയ്യേണ്ടിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. രണ്ടാമതായിട്ട് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പരിശുദ്ധാത്മാവിനെ പിതാവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്ക് ശക്തി നൽകാൻ വേണ്ടി, ജഡത്തിന്റെ പ്രവർത്തികളെ സമ്പൂർണമായിട്ട് മരിപ്പിച്ചിട്ട് മെച്യൂർഡ് ആയിട്ടുള്ള ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായിട്ട് ഈ ലോകത്തിൽ ശോഭിക്കുവാൻ വേണ്ടി. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന് പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ഉള്ളിൽ സാക്ഷ്യം പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യർ പറയുന്ന സാക്ഷിയെക്കാട്ടിലും പരിശുദ്ധാത്മാവ് പറയുന്ന സാക്ഷി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ അനുഭവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരണം. പരിശുദ്ധാത്മാവ് പിതാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് വീണ്ടും വീണ്ടും നമ്മൾ ദാസ്യത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടിയല്ല, നമ്മൾ പുത്രന്മാരായിട്ട് വിക്ടോറിയസ് ഓവർകമ്മിങ് ലൈഫ് ജീവിക്കുവാൻ വേണ്ടിയാണ് പിതാവായ ദൈവം പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ എൻ്റെ മെസ്സേജ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാവുന്നതാണ്.